സംഭവബഹുലമായ 2025 അവസാനിച്ച് അമേരിക്ക 2026 കടക്കുകയാണ്. 2026 ജനുവരി 1 മുതൽ അമേരിക്കൻ പൗരന്മാർക്കും പ്രത്യേകിച്ച് കുടിയേറ്റക്കാർക്കും ഇന്ത്യൻ വംശജർക്കും ബാധകമാകുന്ന വലിയ മാറ്റങ്ങൾ വരികയാണ്. വിസ നിയമങ്ങൾ, വിമാനത്താവള സുരക്ഷാ നടപടിക്രമങ്ങൾ, നികുതി, ജോലി, പഠനം എന്നിവയിലെല്ലാം ഈ മാറ്റങ്ങൾ പ്രകടമാകും. യാത്രാ നിരോധനങ്ങളും വിസ റദ്ദാക്കലുകളും വിമാനത്താവളങ്ങളിലെ കർശന പരിശോധനകളും കാരണം യാത്രക്കാർക്ക് അവരുടെ പദ്ധതികളും യാത്രാ ക്രമീകരണങ്ങളും മുൻകൂട്ടി തയ്യാറാക്കേണ്ടി വരും. അമേരിക്കൻ ഭരണകൂടം 2026 ജനുവരി മുതൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. 2026 ജനുവരി 1 മുതൽ 39 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നതും അമേരിക്കയിലേക്കുള്ള പ്രവേശനവും ഭാഗികമായോ പൂർണ്ണമായോ തടയുകയാണ്. ഇതിൽ 19 രാജ്യങ്ങൾക്കുള്ള കുടിയേറ്റേതര വിസകൾ പൂർണ്ണമായും നിർത്തിവെക്കും. മറ്റ് 19 രാജ്യങ്ങൾക്കുള്ള കുടിയേറ്റ വിസകളും വിസിറ്റർ സ്റ്റുഡന്റ് വിസകളും തടയും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുകൾ ലഭിച്ചേക്കാം. കൂടാതെ നിലവിലുള്ള വിസകൾ റദ്ദാക്കുകയുമില്ല. 2026 ജനുവരി 1 അമേരിക്കയിലുള്ളവർക്കോ അപ്പോൾ സാധുവായ വിസയുള്ളവർക്കോ ഈ നിയമം ബാധകമല്ല. അടുത്തതായി വിമാനയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 2026 വിമാനത്താവളങ്ങളിൽ കർശന പരിശോധനകൾ പ്രതീക്ഷിക്കാം. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ യാത്രക്കാരുടെ മുഖം തിരിച്ചറിയുന്ന ബയോമെട്രിക് സംവിധാനങ്ങൾ, CT സ്കാനറുകൾ, ലഗേജ് നിയമങ്ങൾ എന്നിവ കർശനമാക്കും. പല വിമാനത്താവളങ്ങളിലും മുഖം സ്കാൻ ചെയ്ത് തിരിച്ചറിയുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കും. AI സഹായത്തോടെയുള്ള ബാഗ് സൈസറുകളും മെച്ചപ്പെട്ട സ്കാനറുകളും ദ്രാവകങ്ങൾ, പൊടികൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയുടെ പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കും. 2026 മുതൽ ആഭ്യന്തര വിമാനയാത്രകൾക്ക് റിയൽ ID നിയമം പൂർണ്ണമായി നടപ്പിലാക്കും. അതിനാൽ യാത്രക്കാർ നിർബന്ധമായും റിയൽ ID ഉള്ള തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടോ കരുതണം. ഇത് ഇല്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ സുരക്ഷാ മേഖലയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടാം. ലിഥിയം ബാറ്ററികളുള്ള സ്മാർട്ട് ലഗേജുകൾക്ക് നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. യാത്രക്കാർ അവരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സ്കാൻ ചെയ്യുമ്പോൾ ഓൺ ചെയ്യാൻ തയ്യാറാകണം. ഇത് പലപ്പോഴും യാത്രകൾ വൈകിപ്പിക്കാൻ കാരണമായേക്കാം. ഇനി 2026 ജനുവരിയിലെ വിസ ബുള്ളറ്റിൻ പരിശോധിക്കാം. 2026 ജനുവരിയിലെ വിസ ബുള്ളറ്റിൻ അനുസരിച്ച് ഇന്ത്യൻ അപേക്ഷകർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. EB1 വിഭാഗത്തിൽ ഫൈനൽ ആക്ഷൻ തീയതി 2023 ഫെബ്രുവരി 1 ഫയലിംഗ് തീയതി 2023 ഓഗസ്റ്റ് 1. EB2 വിഭാഗത്തിൽ ഫൈനൽ ആക്ഷൻ തീയതി 2013 ജൂലൈ 15 ഫയലിംഗ് തീയതി 2013 ഡിസംബർ 1 EB3 വിഭാഗത്തിൽ ഫൈനൽ ആക്ഷൻ തീയതി 2013 നവംബർ 15 ഫയലിംഗ് തീയതി 2014 ഓഗസ്റ്റ് 15 കുടുംബാംഗങ്ങൾക്കുള്ള F2A വിഭാഗത്തിൽ ഫൈനൽ ആക്ഷൻ തീയതി 2024 ഫെബ്രുവരി 1 ഫയലിംഗ് തീയതി 2025 ഡിസംബർ 22 നിങ്ങളുടെ മുൻഗണനാ തീയതി ഈ കട്ട് ഓഫുകൾക്ക് മുൻപാണെങ്കിൽ I-485 ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കാം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡേറ്റ്സ് ഫോർ ഫയലിംഗ് ചാർട്ട് അനുവദിക്കുകയാണെങ്കിൽ ഇത് സാധ്യമാകും. ഇത് വർക്ക് പെർമിറ്റും യാത്രാ രേഖകളും നേടാൻ സഹായിക്കും. നിലവിൽ വലിയ കാലതാമസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പൗരത്വം നേടാനുള്ള നടപടിക്രമങ്ങളിൽ ചില ഇളവുകൾ വരുന്നുണ്ട്. ഇനി മുതൽ പൗരത്വ അപേക്ഷ പരിഗണിക്കുമ്പോൾ ആദ്യമായി അമേരിക്കയിൽ പ്രവേശിച്ചതും സ്ഥിരതാമസത്തിന് അനുമതി ലഭിച്ചതും നിയമപരമായിരുന്നോ എന്ന് മാത്രമായിരിക്കും ഉദ്യോഗസ്ഥർ പരിശോധിക്കുക. മുൻപ് പലതവണ വിദേശയാത്ര നടത്തിയവരുടെ ഓരോ പ്രവേശനവും നിയമപരമായിരുന്നോ എന്ന് തെളിയിക്കേണ്ടിയിരുന്നു. ഇത് പലപ്പോഴും ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മാറ്റം കാരണം സ്ഥിരതാമസക്കാരായവർക്ക് അവരുടെ യാത്രയുടെ നിയമസാധുത തെളിയിക്കേണ്ടതില്ല. എങ്കിലും തുടർച്ചയായ താമസവും അമേരിക്കയിൽ ചിലവഴിച്ച കാലയളവും പൗരത്വത്തിന് പ്രധാനമാണ്. കുടിയേറ്റക്കാർക്കും ഇന്ത്യൻ വംശജർക്കും സാമ്പത്തിക കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. 2026 ജനുവരി 1 മുതൽ US-ൽ നിന്ന് ഇന്ത്യ പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതിന് കൂടുതൽ ചെലവ് വന്നേക്കാം. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് കീഴിലുള്ള പുതിയ നിയമം അനുസരിച്ച് ചില അന്താരാഷ്ട്ര പണ കൈമാറ്റങ്ങൾക്ക് പണകൈമാറ്റ കമ്പനികൾ 1% ഫെഡറൽ നികുതി ഈടാക്കണം. ഇത് പ്രധാനമായും കുടിയേറ്റക്കാരെയും നാട്ടിലേക്ക് പതിവായി പണം അയക്കുന്ന ഇന്ത്യൻ പ്രവാസികളെയും ബാധിച്ചേക്കാം. കൂടാതെ 2026 മുതൽ ഫെഡറൽ സർക്കാർ ചില നികുതി റീഫണ്ടുകളും ക്രെഡിറ്റുകളും, ഉദാഹരണത്തിന് ഏൺഡ് ഇൻകം ടാക്സ് ക്രെഡിറ്റ്, ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ ക്രെഡിറ്റുകൾ, വിരമിക്കലിനായുള്ള സേവേഴ്സ് മാച്ച് എന്നിവ സർക്കാർ ആനുകൂല്യങ്ങളായി കണക്കാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ചില വിദേശ പൗരന്മാർക്ക് അവ ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് ഇന്ത്യൻ H1B, H4 കുടുംബങ്ങളെയും വിദേശ വിദ്യാർത്ഥികളെയും മറ്റ് വിദേശ തൊഴിലാളികളെയും ബാധിച്ചേക്കാം. നിലവിൽ ഈ ക്രെഡിറ്റുകൾ ഉപയോഗിച്ച് അവർക്ക് വലിയ നികുതി റീഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി പല കുടുംബങ്ങൾക്കും കുറഞ്ഞ റീഫണ്ടുകൾ ലഭിക്കുകയോ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരികയോ ചെയ്യാം. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ വീണ്ടും ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. 2026 ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദഗ്ധരുടെ സഹായം തേടേണ്ടി വന്നേക്കാം. ജോലി സ്ഥലങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ശമ്പള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും AI ടൂളുകൾ ഉപയോഗിക്കുമ്പോഴുള്ള വിവേചനം തടയുന്നതിനും സിക്ക് ലീവ്, ഫാമിലി ലീവ് എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്.
ഇത് കുടിയേറ്റക്കാരെയും ഇന്ത്യൻ വംശജരെയും അവരുടെ അവകാശങ്ങളെയും തൊഴിൽപരമായ കാര്യങ്ങളെയും ബാധിക്കും. അതേസമയം ട്രംപ് ഭരണകൂടം നടപ്പാക്കി വരുന്ന അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾ 2026 എത്രമാത്രം ശക്തമാകുമെന്ന് നോക്കാം. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ $170 ബില്യൺ ആണ് അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് നീക്കിവച്ചിരിക്കുന്നത്. ഇതോടെ വരുന്ന വർഷം അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾ കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതിവർഷം 10 ലക്ഷം പേരെ നാടുകടത്താനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. പുതിയ തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും നാടുകടത്തലിന് മാത്രമായി കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനും ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി തൊഴിൽ സ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ കുടിയേറ്റക്കാരുള്ള നഗരങ്ങളിൽ നാഷണൽ ഗാർഡിനെ വിന്യസിക്കും. 2026 ജനുവരിയിലെ പൊതു അവധി ദിനങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജനുവരിയിൽ 2 ഫെഡറൽ അവധി ദിനങ്ങളുണ്ട്. ജനുവരി 1 പുതുവത്സരം, ജനുവരി 19 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദിനം എന്നിവയാണ് അവ. യാത്രകളും മറ്റുമൊക്കെ പ്ലാൻ ഇടുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.